السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു അൽ മസദാണ് ഇനി വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് സൂറത്തുൽ നസ്റാണ്. അടുത്തത് സൂറത്തുൽ മസദ്. സൂറത്തുൽ മസദ് 603, പേജ് നമ്പർ 603. അൽ മസദ്. ാമത്തെ സൂറത്ത്. ആദ്യം നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. സൂറത്ത് അറിയപ്പെടുന്നത് അൽ മസദ് എന്ന പേരിലാണ്. അൽ മസദ് എന്ന പേരിലാണ് സൂറത്ത് അറിയപ്പെട്ടിട്ടുള്ളത്. ഈ സൂറത്ത് അവതീർണമായിട്ടുള്ളത് മക്കയിലാണ്. മക്കിയായ സൂറത്താണ്. അതായത് ഹിജ്റയുടെ മുമ്പ്, ഹിജ്റ പോകുന്നതിന് മുമ്പാണ്. സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാകുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും അത് മക്കിയാണ് സൂറത്ത് എന്നത്. സൂറത്തിൻ്റെ മഖാസിദുസ്സൂറ, ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം അൽ ഇഖ്ബാറു അൻ ശഖാഇ അബീ ലഹബിൻ വംറഅതിഹി. അബൂലഹബും അബൂലഹബിൻ്റെ ഭാര്യയും സൗഭാഗ്യത്തിൽ നിന്ന് അള്ളാഹു അകറ്റിയിട്ടുണ്ട് എന്നതിനെ അറിയിക്കാനാണെന്ത് ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അബൂലഹബിനും അബൂലഹബിൻ്റെ ഭാര്യയ്ക്കും എന്തുണ്ട്? നാശമുണ്ട് എന്ന അറിയിപ്പാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നൽകുന്നത്. ഇനി ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തേത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അബൂലഹബിൻ്റെ നാശം. രണ്ടാമത്തേത് അബൂലഹബിൻ്റെ ധനമോ, അബൂലഹബ് എന്തൊക്കെ ദുനിയാവിൽ സമ്പാദിച്ചിട്ടുണ്ടോ അതൊന്നും ചെയ്യൂല, അബൂലഹബിന് യാതൊരു ഉപകാരവും ആഖിറത്തിൽ നേടിക്കൊടുക്കുകയില്ല. മൂന്നാമത്തേത് അബൂലഹബിൻ്റെ ഭാര്യക്കുള്ള താക്കീതാണ്. അബൂലഹബിൻ്റെ ഭാര്യ എന്താണ്? നരകത്തിലാണ് എന്ന താക്കീതാണ് മൂന്നാമത്തെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അപ്പോൾ തബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലക എന്നാണ്, നശിക്കട്ടെ എന്നാണ്. ഹലക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു. അപ്പോൾ തബ്ബത്ത് നശിച്ചു എന്നാണ്. തബ്ബത്ത് എന്ന് പറഞ്ഞാൽ നശിച്ചു, നശിക്കട്ടെ. എന്താണ് നശിക്കേണ്ടത്? യദാ. അപ്പോൾ യദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ എന്താണ്? കൈ എന്നാണ്. അപ്പോൾ യദാ എന്നാണ്. അപ്പോൾ അറബിയിൽ ഏതൊരു കാര്യത്തെയും മുസന്ന 2 എണ്ണത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവസാനം അലിഫും നൂനും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കലം, 2 പേന എന്ന് പറയണമെങ്കിൽ കലമാനി. അവസാനം ആനി എന്ന റൂട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഏത് 2 പുസ്തകമാണെങ്കിലോ കിതാബാനി. ഇനി 2 പെൻസിലാണെങ്കിൽ മിർസമാനി. അപ്പം അങ്ങനെ ചേർത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? 2 എണ്ണമായി മാറും. അതിനാണ് മുസന്ന എന്ന് പറയാം. അപ്പോൾ ഇവിടെയും അതേപോലെയാണ്. യദാനി എന്നാണ്, യദാ നീ എന്നാണ് പറയാം. പക്ഷെ അവിടെ നൂൻ എന്ത് ചെയ്തിട്ടുണ്ട്? കളഞ്ഞിട്ടുണ്ട്. നൂൻ അവിടെ ഇല്ലല്ലോ. ശരിക്കും നൂൻ എന്ത് ചെയ്യണം? വേണം. നൂൻ അവിടെ
കളഞ്ഞിട്ടുണ്ട്. അത് വ്യാകരണത്തിൻ്റെ നിയമമാണ്, നഹ്വുമായി ബന്ധപ്പെട്ട നിയമം കാരണത്താലാണ് നൂന് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ തബ്ബത്ത് നശിക്കട്ടെ, യഥാ ഇരു കൈകളും, ആരുടെ? അബി ലഹബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ആ തബ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. ആദ്യത്തെ തബ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥന. രണ്ടാമത്തേതോ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂലഹബും എന്ത് ചെയ്തിട്ടുണ്ട്? നശിച്ചിട്ടുണ്ട് എന്നാണ്. അബൂലഹബും നശിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അബൂലഹബ് നശിച്ചിട്ടുമുണ്ട് എന്നാണ് ആയത്തിൻ്റെ സാരം. അപ്പോൾ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലെ തബ്ബത്ത് എന്ന പ്രയോഗം ദുആ ആണ്, നശിക്കട്ടെ എന്ന പ്രാർത്ഥനയും. അവസാനം വരുന്ന തബ്ബ എന്നത് ഇഖ്ബാറാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. അബൂലഹബ് എന്ത് ചെയ്യട്ടെ? നശിക്കട്ടെ എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൂറത്ത് അവതരിക്കപ്പെടാൻ ഒരു പശ്ചാത്തലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയുന്നുണ്ട്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിൻ്റെ അടുത്തുള്ള ആളുകളോട് എന്ത് ചെയ്യണം? നിൻ്റെ കുടുംബക്കാരോട് നീ ഈ സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലയുടെ മുകളിൽ കയറിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, യാ സ്വബാഹ ഫജ്തമഅത് ഇലൈഹി ഖുറൈശ്. ഉറക്കെ വിളിച്ചു പറയുന്നു. എല്ലാ ഖുറൈശികളും എന്ത് ചെയ്യുന്നു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് നബി ചോദിക്കുന്നുണ്ട്, ഈ കാണുന്ന മലഞ്ചെരുവിൽ നിന്ന് ശത്രുക്കൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അകുന്തും തുസദ്ദിഖൂനി, നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ എന്ന് ചോദിക്കാൻ. ആ സമയത്ത് അവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, എന്ത്? നഅം, നമ്മൾ സത്യപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, ഒരു ശത്രു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വൈകുന്നേരം ഒരു ശത്രു വരുന്നുണ്ട്, ഇവിടെ രാവിലെ ഒരു ശത്രു വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയത്തിനുമിടമില്ലാത്ത വിധം എന്ത് ചെയ്തു? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ട് നബി പറഞ്ഞു കൊടുക്കാൻ, ഫഇന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്, ഒരു കഠിനമായ ശിക്ഷ വരാൻ പോകുന്നുണ്ട്. ആ കഠിനമായ ശിക്ഷക്കുള്ള താക്കീതുകാരനാണ് ആര്? ഞാൻ എന്ന് പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. ഈ സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആര് എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത് സംസാരിക്കുന്നത്? ആരാണ്? അബൂലഹബാണ്. അബൂലഹബ് ചോദിക്കുന്നത്, അലിഹാദ ജമഅതന, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? എന്നിട്ട് അബൂലഹബ് പറയുന്ന വാക്കെന്താ? തബ്ബൻ ലക്, നിനക്ക് നാശം എന്ന് അബൂലഹബ് പറഞ്ഞു. അതേ പ്രയോഗമാണ് എന്ത് ചെയ്തത്? അള്ളാഹു അബൂലഹബിന് ഉപയോഗിച്ചത്. ഫഅൻസല, ആയത്തിറങ്ങി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന ആയത്തിറങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ് ആര്? അബൂലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്. അപ്പോൾ അബൂലഹബിൻ്റെ പേര് എന്നുള്ളത് അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ്. അബ്ദുൽ ഉസ്സ. ഉസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വനമാണ്, വിഗ്രഹത്തിൻ്റെ പേരാണ്. അതാണ് അബ്ദുൽ ഉസ്സ, ഉസ്സയുടെ അടിമ. ഇനി കുനിയത്താണെന്ത്? കുനിയത്താണ് ഇവിടെ അബൂലഹബ് എന്ന പേരിൽ പറയപ്പെട്ടിട്ടുള്ളത്. കുനിയത്താണ് ഈ രൂപത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽമജാസ് എന്ന് പറയുന്ന ഒരു കച്ചവടത്തിൻ്റെ കേന്ദ്രം, ഒരു സൂക്ക്, അങ്ങാടി. അപ്പോൾ പണ്ട് കാലത്തൊക്കെ അങ്ങാടികളാണ്. അപ്പോൾ ആ അങ്ങാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയും അങ്ങാടിയിൽ നിന്ന് റസൂൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരുണ്ടായിരുന്നു? റസൂൽ ഇങ്ങനെ പറയുകയും എന്നാൽ ഇതിൻ്റെ പിന്നിൽ അബൂലഹബ് നിന്നുകൊണ്ട് പറയണത് അങ്ങനെ പറയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലിനെ എന്ത് ചെയ്യുന്നുണ്ട്? നിന്ദ്യനാക്കുന്നുണ്ട്, റസൂലിനെ മോശമാക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ സാധിക്കുമോ, പ്രബോധനത്തിൽ എങ്ങനെയൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുമോ, ആ പണിയെല്ലാം എടുത്ത വ്യക്തിയാണ് ആര്? അബൂലഹബ്. ആ എല്ലാ പണികളും അബൂലഹബ് എടുത്തിട്ടുണ്ട്. അബൂലഹബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് പറയുന്നത്, ലാ തുതീഉഹു, നിങ്ങൾ എന്ത് ചെയ്യണ്ട? റസൂലിനെ അനുസരിക്കേണ്ടതില്ല, റസൂലിനെ അനുസരിക്കേണ്ടതില്ല എന്നെന്ത് ചെയ്യുന്നുണ്ട്? അബൂലഹബ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ
അബൂലഹബ് റസൂലിൻ്റെ പിന്നിൽ കല്ലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത്രയും ദേഷ്യം ആരോടുണ്ടായിരുന്നു, അബൂലഹബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞിട്ടില്ല, അബൂലഹബിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അബൂലഹബിൻ്റെ പേര് പറയാതെ കുനിയത്താണ് എന്ത് ചെയ്തത്, എടുത്തു പറഞ്ഞിട്ടുള്ളത്. കുനിയത്ത് എടുത്തു പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാരണം എന്നുള്ളത് പേരിൽ എന്തുണ്ട്, അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഗ്രഹത്തിൻ്റെ അടിമ എന്നാണ്. അതുകൊണ്ടാണ് എന്ത് പറയാത്തത്, പേര് പറയാതെ അബൂലഹബ് എന്ന രൂപത്തിൽ എന്ത് ചെയ്തത്, പ്രയോഗിച്ചത്. അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കുനിയത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുനിയത്തിലാണ് എന്ത് ചെയ്യുക, വിളിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ പേരിനേക്കാളും അറിയപ്പെടുന്നത് വേറെ പേരിലായിരിക്കാം, കുനിയത്ത് കൊണ്ടൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട പേരിലൊക്കെ എന്ത് ചെയ്യും, അറിയപ്പെടും. അപ്പോൾ ആ പേരിലാണ് എന്ത് ചെയ്യുക, പൊതുവെ ജനങ്ങൾ വിളിക്കുക. അതുകൊണ്ടാണ് അബൂലഹബിനെ കുനിയത്തിൽ വിളിച്ചത്. മൂന്നാമത്തെ കാരണം മുഫസ്സിരിങ്ങൾ പറഞ്ഞു വെക്കുന്നത്, ഒരാളുടെ പേര് എന്നുള്ളത് കുനിയത്തിനേക്കാളും ഷറഫാക്കപ്പെട്ട കാര്യമാണ്, മഹത്വമാക്കപ്പെട്ട കാര്യമാണ് എന്ത്, ഒരാളുടെ പേര് എന്നുള്ളത്. അപ്പം അമ്പിയാക്കളുടെ പേരുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു വിളിക്കുന്നുള്ളത്. അപ്പോൾ അമ്പിയാക്കളുടെ സ്ഥാനത്ത് അമ്പിയാക്കളെ പേര് കൊണ്ട് വിളിക്കുമ്പോൾ അത് അവർക്കുള്ള മഹത്വമാണ്. എന്നാൽ അബൂലഹബിനെ പേര് കൊണ്ട് വിളിച്ചാൽ എന്ത് ചെയ്യും, അത് അബൂലഹബിനെ മഹത്വപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് പേര് കൊണ്ട് വിളിക്കാതെ കുനിയത്ത് കൊണ്ട് എന്ത് ചെയ്തത്, വിളിച്ചത്. അബൂലഹബിൻ്റെ സ്ഥാനം ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ്. നാലാമത്തെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂലഹബ് എന്നാണ് പറഞ്ഞത്. എന്താ ലഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീജ്വാല, അതായത് ഒരു പ്രകാശമുള്ളത് എന്നാണ് അല്ലേ. തീജ്വാലക്കാണ് ലഹബ് എന്ന് പറയാം. അവിടെ എന്ത് പ്രയോഗിക്കാമായിരുന്നു, അബൂ നൂർ എന്ന് വേണമെങ്കിൽ പ്രയോഗിച്ചൂടെ, പ്രകാശത്തിൻ്റെ വാപ്പ എന്ന് വേണമെങ്കിൽ പ്രയോഗിക്കാം. പക്ഷെ അതൊന്നും പ്രയോഗിച്ചില്ല, മറിച്ച് ലഹബ് എന്നാണ് പ്രയോഗിച്ചത്. കാരണം ലഹബ് എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിനാണ് കൂടുതൽ സാധ്യത. എന്നാൽ പ്രകാശം എന്ന് പറഞ്ഞാലോ പോസിറ്റീവ് അർത്ഥത്തിന് എന്തുണ്ട്, സാധ്യത ഉണ്ട്. ആ സാധ്യത പോലും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. മറിച്ച് ലഹബ്, അപ്പോൾ ലഹബ് ഏതുമായിട്ടാണ് സാദൃശ്യം, നരകവുമായിട്ടാണ് സാദൃശ്യം. അതുകൊണ്ടാണ് അബൂ ലഹബ് എന്നെന്ത് ചെയ്തത്, പ്രയോഗിച്ചത്. അങ്ങനെയുള്ള ഒരാൾ, ആ ഒരാളുടെ കൈ എന്ത് ചെയ്യട്ടെ, നശിച്ചു പോകട്ടെ, അദ്ദേഹവും നശിക്കട്ടെ, അദ്ദേഹവും നശിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അബൂലഹബ് നശിക്കാനുള്ള കാരണവും അള്ളാഹു നശിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കാനുള്ള കാരണമൊക്കെ ആരെന്നെയാണ്, അബൂലഹബ് തന്നെയാണ്. അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, പലപ്പോഴായി മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ശിക്ഷയെക്കുറിച്ച് താക്കീത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ പറയുക, ഞങ്ങളുടെ അടുക്കൽ കുറേ ധനമുണ്ട്, ഞങ്ങൾക്ക് കുറേ മക്കളുണ്ട്, അവർക്ക് എന്ത് ചെയ്യും, നാളെ ആഖിറത്തിൽ ഞങ്ങളെ രക്ഷിക്കും എന്ന വർത്തമാനമാണ് പറയാറുള്ളത്. അതിനെ നിഷേധിക്കുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തെ ആയത്തിൽ ചെയ്തിട്ടുള്ളത്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ എന്നത് നിഷേധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇല്ല, മാ അഗ്ന ഉപകാരപ്പെട്ടിട്ടില്ല, അൻഹു അദ്ദേഹത്തിന്, മാലുഹു എന്ത്, അദ്ദേഹത്തിൻ്റെ ധനം അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടില്ല, വമാ കസബ അദ്ദേഹം സമ്പാദിച്ചതും എന്ത് ചെയ്തിട്ടില്ല, ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പോൾ സമ്പാദിച്ചത് എന്ന് പറയുമ്പോൾ പണം തന്നെയല്ലേ സമ്പാദിക്കുക, അല്ല. സമ്പാദ്യം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പണമല്ലാത്തതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. അപ്പോൾ പണം മാത്രമല്ല, പണവും ഉപകാരപ്പെടൂല. ഇനി പണമല്ലാതെ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതും ഉപകാരപ്പെടുകയില്ല, ഒന്നും തന്നെ ഉപകാരപ്പെടുകയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അബൂലഹബിനുള്ള മറുപടിയാണ് എന്ത്, ഈ ആയത്ത് എന്നുള്ളത്. അബൂലഹബ് പറയുന്നുണ്ട്, ഫഇന്നി അഫ്തദി നഫ്സി യൗമൽ ഖിയാമ മിനൽ അദാബി ബിമാലി വവലദി, എൻ്റെ ധനവും
എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ധനം കൊടുക്കും, എൻ്റെ മക്കളെയും കൊടുക്കും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, രക്ഷപ്പെടും, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോഴാണ് എന്ത് ചെയ്തത്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, ഒന്നും തന്നെ എന്ത് ചെയ്യൂല, നിൻ്റെ മക്കളാകട്ടെ നിൻ്റെ ധനമാകട്ടെ ഒന്നും ഉപകാരപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. സൂറത്തു അബ്ബസയിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്, ഫഇദാ ജാഅത്തി സ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീ, സ്വന്തം സഹോദരനിൽ നിന്നെയും ഓടി അകലുന്നാണ്. വ ഉമ്മിഹി വ അബി, ഉമ്മ വാപ്പയിൽ നിന്നാണ്, ഉമ്മ വാപ്പയിൽ നിന്നെയും ഓടി അകലും. വ സാഹിബതിഹി വ ബനി, കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനിൽ നിന്ന്. എന്നിട്ട് പറയാണ് ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി, എല്ലാ ആളുകൾക്കും എന്ന് അവരുടെ കാര്യമാണെന്ത് ഏറ്റവും പ്രധാനം എന്നാണ്. സൂറത്തുൽ മആരിജിലും സമാനമായ ആയത്ത് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുക എന്തുമാത്രമാണ്, സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഉപകാരപ്പെടുക. നമ്മൾ ചെയ്തു വെച്ച നന്മകൾ എന്തോ അത് മാത്രമായിരിക്കും നമ്മുടെ കെസ്ബ്, നമ്മുടെ സമ്പാദ്യം. അതല്ലാത്ത ഒന്നും ആഖിറത്തിൽ നാളെ നമുക്കുണ്ടാവുകയില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇത്തഖുന്നാർ, നീ നരകത്തെ സൂക്ഷിക്കണം, വലൗ ബിശിഖ്ഖി തംറ, ഒരു ചെറിയ ഈത്തപ്പഴത്തിൻ്റെ ചെറിയ ഭാഗം കൊണ്ടെങ്കിലും, അത് സ്വതക്ക കൊടുത്തുകൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, നീ നരകത്തെ സൂക്ഷിക്കണം. അപ്പം നമുക്ക് ഉപകാരപ്പെടുക നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. പക്ഷെ അത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, എത്ര പറഞ്ഞാലും ആ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാകുന്നില്ല. മറിച്ച് അത് ബോധ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. എപ്പോഴാണ്, മരണത്തിൻ്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യും, ഓരോ ആളുകളും ആഗ്രഹിക്കുന്നതാണ്, ഒന്ന് ഒരു സൽക്കർമ്മമെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. അതേപോലെ തന്നെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആഗ്രഹിക്കുന്നതാണ്, ഇനിയും നന്മകൾ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, ഇനിയും മുകളിലുള്ള ദറജയിലേക്ക് എത്താമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഉപകാരപ്പെടുന്നത് നന്മ മാത്രമാണ് എന്ന ചിന്ത നമുക്കറിയാം. പക്ഷെ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് നന്മയോട് ചിലപ്പോഴൊക്കെ താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉണർത്തേണ്ടത് ആ രൂപത്തിലാണ്. ഈ നന്മ മാത്രമായിരിക്കും എന്തുണ്ടാവുക, എൻ്റെ കൂടെ കൂട്ടുകാരനായിട്ടുണ്ടാവുക. ഖബറിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവന് പ്രകാശമായിട്ട് അവൻ്റെ കൂടെ ഉണ്ടാകുന്നത് അവൻ ചെയ്തു വെച്ച നന്മകളാണ്. അപ്പോൾ ആ നന്മയിൽ മുന്നേറുവാനും ബാക്കിയാകുന്ന നന്മകൾ എന്ത് ചെയ്യണം, ചെയ്തു വെക്കുവാനും നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, അബൂലഹബ് നശിച്ചു. അബൂലഹബ് എന്ത് ചെയ്തിട്ടുണ്ട്, അബൂലഹബിന് നാശം ലഭിച്ചിട്ടുണ്ട്. അബൂലഹബ് ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതും എന്ത് ചെയ്യൂല, അബൂലഹബിന് ഉപകരിക്കൂല. അപ്പോൾ എല്ലാ രൂപത്തിലും അബൂലഹബിന് എന്ത് സംഭവിച്ചു, നാശം സംഭവിച്ചു എന്നതിനെ സ്ഥിരപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ആയത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ആയത്ത്, സയസ്ലാ നാറൻ ذات لهب, സയസ്ലാ നാറൻ ذات لهب, സയസ്ലാ നാറൻ ذات لهب. സയസ്ലാ, സയസ്ലാ എന്നാണ്. യസ്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിയ എന്നാണ്. അവിടെ എന്ത് ചെയ്യും, ആ നരകത്തിൽ എരിഞ്ഞു തീരും. സയസ്ലാ നാറൻ, എന്തിലാണ്, നരകാഗ്നിയിൽ, നരകത്തിൻ്റെ തീയിൽ എന്ത് ചെയ്യും, കടന്നെരിയും. ദാത ലഹബ്, നരകം എങ്ങനെയുള്ളതാണ്, തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അബൂലഹബ് കടന്നെരിയും എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താ? ഇപ്പൊ പറഞ്ഞ സയസ്ലാ നാറൻ ദാത ലഹബ്, ഈ ആയത്തും തൊട്ട് മുമ്പുള്ള ആയത്തും തമ്മിലുള്ള ബന്ധം, അത് കഴിഞ്ഞ രണ്ട് ആയത്തുകളിലും പറഞ്ഞു വെക്കുന്നത് അബൂലഹബിൻ്റെ ആ സന്ദർഭത്തിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞു പോയ അവസ്ഥയാണ്. അബൂലഹബ് നശിച്ചിട്ടുണ്ട്, ഒന്നും ഉപകാരപ്പെട്ടിട്ടുമില്ല. മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് വരാനിരിക്കുന്ന അബൂലഹബിൻ്റെ അവസ്ഥയാണ്. വരാനിരിക്കുന്ന അവസ്ഥ എന്താണ്, അബൂലഹബിന് നാശം വിതക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടായത്തിലും മാലിയിലുള്ള അവസ്ഥയാണ് പറഞ്ഞത്, കഴിഞ്ഞു പോയ കാലത്തെ അബൂലഹബിൻ്റെ അവസ്ഥ. ഇനി ഫ്യൂച്ചറിൽ, ഭാവിയിൽ എന്തായിരിക്കും അവസ്ഥ എന്നതാണ് മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നത്.
അപ്പോൾ നരകത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്, ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ. ഷഖിയായ ദൗർഭാഗ്യവാനല്ലാത്ത ഒരാളും എന്ത് ചെയ്യൂല, ആ നരകത്തിൽ കടന്നെരിയുകയില്ല. അപ്പോൾ അവിടെ നരകത്തിലാണ് അബൂജഹൽ എന്ന് എന്ത് ചെയ്തു, അള്ളാഹു സ്ഥിരപ്പെടുത്തി പറഞ്ഞു എന്നാണ്. അബൂജഹൽ നരകത്തിലാണ്. ഈ അബൂജഹൽ അല്ല, അബൂലഹബ്. ഈ ആയത്ത് ഖുർആനിൻ്റെ മുഅ്ജിസത്താണ്. ഈ ആയത്ത് എന്നല്ല, ഈ സൂറത്ത് മൊത്തം എന്താണ്, ഖുർആനിൻ്റെ മുഅ്ജിസത്താണ്. എങ്ങനെയാണ് ഖുർആനിൻ്റെ മുഅ്ജിസത്താവുക? അബൂലഹബ് ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് ഈ ആയത്തോടുകൂടി ഉറപ്പാണ്. ഈ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് അബൂലഹബ് ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു പറയണത് സയസ്ലാ നാറൻ ദാത ലഹബ്, അബൂലഹബ് നരകത്തിലാണ്. അതിൽ നിന്ന് കിട്ടി, ഒരിക്കലും അബൂലഹബ് എന്ത് ചെയ്യൂല, ഇസ്ലാം സ്വീകരിക്കൂല. അബൂലഹബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, മരിച്ചു പോകുന്നത്. അബൂലഹബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിലോ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഖുർആനിൻ്റെ മുഅ്ജിസത്താണെന്ത്, ഈ പറയപ്പെടുന്ന സൂറത്ത് എന്നുള്ളത്. അല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു അദൃശ്യവും അറിയും ദൃശ്യവും അറിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ആയത്തിൽ പറയാണ്, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താ? പ്രസ്തുത ആയത്തും മുമ്പ് പോയ ഏതെങ്കിലും ഒരു ആയത്തുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം, അബൂലഹബിനെ തിന്മയിൽ സഹായിച്ചിരുന്ന ആളാണ് ആര്? ഭാര്യ. അപ്പോൾ ആ ഭാര്യക്കും എന്തുണ്ട്, ആ നരകത്തിൽ ഒരു പങ്ക് ഭാര്യക്കുമുണ്ട് എന്നതാണ് മുമ്പ് കഴിഞ്ഞു പോയ ആയത്തുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, നമുക്കിതിൽ നിന്ന് കിട്ടുന്നൊരു പാഠം, മോശമായ കൂട്ടുകെട്ട് എവിടേക്ക് എത്തിക്കും? മോശമായ കൂട്ടുകെട്ടാണ് എങ്കിൽ അത് മോശത്തിലേക്കാണ് എന്ത് ചെയ്യുക, ഒരാളെ കൊണ്ടെത്തിക്കുക. മോശമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് മോശത്തിലേക്ക് അയാളെ കൊണ്ടെത്തിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അബൂ ത്വാലിബിൻ്റെ അവസ്ഥ തന്നെയാണ്. അബൂ ത്വാലിബിന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കാത്തത് എന്താ? മോശമായ കൂട്ടുകെട്ടാണ്. അബൂ ത്വാലിബിനോട് എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, മറിച്ച് നിൻ്റെ പിതാക്കന്മാർ ഏതൊരു മതത്തിലാണോ ഉണ്ടായിരുന്നത് ആ മതത്തിൽ എന്ത് ചെയ്യണം, നീ നിലകൊള്ളണം. അതല്ല എങ്കിൽ നീ പ്രതാപത്തിൽ നിന്ന് വിട്ടുമാറുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയും, ഏതൊരു മതത്തിലാണോ അബൂ ത്വാലിബ് ഉണ്ടായിരുന്നത് അതേ മതത്തിൽ എന്ത് ചെയ്തു, സ്ഥിരപ്പെട്ടു നിന്നു. കാരണം മോശമായ കൂട്ടുകെട്ടാണ്. അപ്പോൾ മോശമായ കൂട്ടുകെട്ട് എന്ത് ചെയ്യും, മോശമായതിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കാറുള്ളത്, ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ അവൻ്റെ കൂട്ടുകെട്ടിലേക്ക് നോക്കിയാൽ മതി എന്നാണ്. അവൻ്റെ കൂട്ടുകെട്ട് എങ്ങനെയാണോ ആ സ്വാധീനം എന്തുണ്ടാവും, ഈ പറയുന്ന വ്യക്തിക്കും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂട്ടുകെട്ടുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അതേപോലെയാണ് ഇവിടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ പെരുമാറ്റവും. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഒരു സ്വാലിഹായ സന്താനം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒരു സ്വാലിഹായ സന്താനത്തിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇഖ്തിയാറു സൗജ അസ്സാലിഹ, ഏറ്റവും സ്വാലിഹായ ഭാര്യയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തേത്. അപ്പോൾ പലപ്പോഴും നമ്മളെന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിന് ശേഷമാണ് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ നടത്തുക. ശരിക്കും എപ്പോഴാണ് നടത്തേണ്ടത്? കല്യാണത്തിൻ്റെയും എത്രയോ മുമ്പാണ് സ്വാലിഹായ മകന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. കാരണം സ്വാലിഹായ മകന് ലഭിക്കണമെങ്കിൽ സ്വാലിഹായ ഭാര്യ എന്ത് ചെയ്യണം, ലഭിക്കണം. സ്വാലിഹായ ഭാര്യയെ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മകൻ സ്വാലിഹാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോഴൊക്കെ ഉപ്പമാർ എത്ര മോശമായാലും ഉമ്മമാർ സ്വാലിഹത്താണെങ്കിൽ എന്ത് ചെയ്യും, മകൻ നല്ല നിലയിലേക്ക് എത്തുന്നുള്ളതാണ്. അതിന് സാധ്യത വളരെ കൂടുതലാണ്.
വളരെ കൂടുതലാണ്. ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ രൂപത്തിലാണ്. ഉപ്പമാർ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി, എന്നാൽ പിന്നീട് അവരെ പോറ്റി വളർത്തുന്ന, അവരെ കൊണ്ടു നടക്കുന്നതൊക്കെ ആരാണ്? ഉമ്മയാണ്. ആ ഉമ്മയാണ് അവരെന്ത് ചെയ്യുന്നത്? വലുതാക്കുന്നത്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. വലിയ പണ്ഡിതനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്ത് അറിയപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ പണിയെടുക്കാം, നീ എന്ത് ചെയ്തോ, നീ ഇൽമു പഠിച്ചോ, നീ അറിവ് പഠിക്കുക, നിൻ്റെ എല്ലാ ചിലവും ഞാൻ വഹിക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അറിവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അത്രയും, അതായത് ലോകം കണ്ട ഖലീഫമാരിൽ 5ാമത്തെ ഖലീഫ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമായി തീർന്ന ഖലീഫയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഖിലാഫത്തിൻ്റെ കാലഘട്ടം ചെയ്തിട്ടില്ല, കടന്നു പോയിട്ടില്ല. കാരണം 4 ഖലീഫമാർ കഴിഞ്ഞു. ആ ഖലീഫമാർ കഴിഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ആര് വരുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ ഖിലാഫത്ത് എന്നുള്ളത് ഖലീഫമാരുടെ ഖിലാഫത്തിനോട് എന്തുണ്ടായിരുന്നു? സാദൃശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയെ കുറിച്ച് പറയുമ്പോൾ ഖലീഫ എന്ന രൂപത്തിലാണ് പറയാറുള്ളത്. ഖലീഫയുടെ ഖിലാഫത്തിനോട് സാദൃശ്യമുള്ള രൂപത്തിലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊരു വസ്ത്രം കാണിച്ചു കൊടുത്താൽ അദ്ദേഹം പറയുന്നതാണ്, ഇത് ഭയങ്കര പരുക്കമുള്ള വസ്ത്രമാണ്, കുറച്ച് മിനുസുള്ള വസ്ത്രം എന്ത് ചെയ്യണം, വേണം. എന്നാൽ അതേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം എന്ത് ചെയ്യും? പരുക്കമുള്ള വസ്ത്രം ധരിച്ചിട്ടായിരുന്നു അദ്ദേഹം നടന്നിരുന്നത് എന്നാണ്. മിനുസമുള്ള വസ്ത്രം ചെയ്തിട്ടില്ല, ഖിലാഫത്തിന് ശേഷം അദ്ദേഹം ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട ചില ആളുകൾ എന്തുണ്ടായിരുന്നു? ഭരണത്തിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഖലീഫയെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ്. അങ്ങനെയുള്ള വിഷയം പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എല്ലാ കുടുംബക്കാരിൽ നിന്നും എന്ത് ചെയ്തു? അദ്ദേഹം അത് തടഞ്ഞു വെച്ചു എന്നാണ്. കുടുംബക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ പറഞ്ഞു വെക്കുന്നത്, ഈ ഖിലാഫത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നെന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും പേടിയോട് കൂടിയിട്ടാണ് ഓരോ ദിനരാത്രങ്ങളും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല കഴിച്ചു കൂട്ടിയത്. അപ്പോൾ അവിടെയെല്ലാം അദ്ദേഹത്തെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ നന്നാവുക എന്നത്, ഉമ്മ സ്വാലിഹത്താവുക എന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. കാരണം ഒരു മകൻ എപ്പോഴും ആരെയാണ് കാണുന്നത്? ഏറ്റവും കൂടുതൽ കാണുന്നത് ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മ കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഒരാളാണ്, കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഖുർആനിൻ്റെ പാരായണത്തിൽ മുന്നേറുന്നുണ്ട് എങ്കിൽ മകൻ സ്വാഭാവികമായിട്ടും ആ റൂട്ടിലേക്ക് എന്ത് ചെയ്യും? വന്നെത്തും. മകൻ സ്വാഭാവികതയിൽ ആ റൂട്ടിലേക്ക് വന്നെത്തും. ഇനി അങ്ങനെയല്ല എങ്കിൽ റൂട്ട് എന്ത് ചെയ്യും? വഴിമാറി സഞ്ചരിക്കും. അതേപോലെ തന്നെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ല ആക്കിലത്തായ, നല്ല ബുദ്ധിമതിയാണ് എങ്കിൽ ആ മകനെ വളർത്തേണ്ട എല്ലാ കഴിവുമുള്ള ഉമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? ആ രൂപത്തിൽ അവനെ വളർത്തിയെടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ഒരു കാലഘട്ടത്തിൽ പേരൻറ്റിങ് എന്നത് വളരെ നിർണായകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് വെറുതെ എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിടുക, അതല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ യാതൊന്നും ആലോചിക്കാതെ അവരവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത, എന്നാൽ ഭയങ്കര പ്രയാസകരമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ കൂടി നമുക്കുണ്ടാകണം. അപ്പോൾ വംറഅതുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഹമ്മാലത്തൽ ഹത്വബ്. അപ്പോൾ ഹമ്മാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹിക്കുന്നവൾ എന്നാണ്. ഹമ്മാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹിക്കുന്നവൾ. എന്താണ് വഹിക്കുന്നത്? അൽ ഹത്വബ്. ഹത്വബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് ചുമട്ടുകാരിയായ തൻ്റെ ഭാര്യ. അപ്പോൾ ഇവിടെ ഭാര്യയുടെ പേരൊന്നും പറയണില്ല. കാരണം നമ്മൾ പേര് പറയാതിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻകീറിന് വേണ്ടിയിട്ടാണ്. പേരിൽ എന്തൊന്നില്ല, പേര് പറഞ്ഞിട്ട് വലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരെപ്പോലെ ആയിരിക്കും? അദ്ദേഹത്തിനെ പോലെ തന്നെ ആയിരിക്കും എന്ന ഒരു ശൈലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉമ്മു ജമീൽ എന്നാണ് ഭാര്യയുടെ പേര്. ഉമ്മു ജമീൽ എന്ന കുനിയത്താണ്. പേരായിട്ട് പറയപ്പെടുന്നത് അർവ ബിൻതു ഹർബ് ഇബ്നു ഉമയ്യ, അബൂ സുഫിയാൻ്റെ സഹോദരിയാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി. അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കുഫറിലും ഭർത്താവിൻ്റെ തിന്മയിലും സഹായിച്ചിട്ടുണ്ട് എന്ന കാരണത്താലാണ് ഭാര്യയ്ക്കും ആ ശിക്ഷയിൽ പങ്കുണ്ടായിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് പ്രവാചകന്മാരുടെ ഭാര്യമാരിൽ എന്ത് ചെയ്തിട്ടുണ്ട്?
പ്രവാചകന്മാരുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുണ്ട്. പക്ഷേ പ്രവാചകന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? നേരായ മാർഗത്തിൽ പോയി. ഭാര്യമാരെന്ത് ചെയ്തു? മോശമായ മാർഗത്തിൽ പോയി. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ത്വാഅത ഫി മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാൾക്കും എന്തില്ല? അനുസരണയില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. അത് വാപ്പയാകട്ടെ, അത് ഉമ്മയാകട്ടെ, ആരാണ് എങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ എന്തില്ല? അനുസരണയില്ല. അപ്പം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരണയില്ല എന്നാണ്. അപ്പം അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലോ? അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്തുണ്ട്? അനുസരണയുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഉമ്മ പറയാണ് നീ ഇപ്പോൾ സുന്നത്ത് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞാലോ നിസ്കരിക്കാൻ പറ്റൂല. ഉമ്മ സുന്നത്ത് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഉമ്മയെ അനുസരിക്കലാണ് എന്ത്? അവിടെ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഫضലുള്ളത്. എന്നാൽ സ്ഥിരമായി പറയുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ അത് പ്രശ്നമാണ്. സ്ഥിരമായി നമ്മൾ സുന്നത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ സുന്നത്ത് നിസ്കരിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യേണ്ടതില്ല? അത് കേൾക്കേണ്ടതില്ല. പണ്ഡിതന്മാർ ആ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇടക്കിടക്കൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ വകുപ്പില്ല, മറിച്ച് ഉമ്മ എന്ത് ചെയ്യണം? അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പം അനുസരണയുടെ വിഷയത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ പോലും ഇവിടെ അള്ളാഹ് എന്ത് ചെയ്തു? ഉമ്മ പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്? അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഹമ്മാലത്തുൽ ഹതബ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരി. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ്. അപ്പം മുഫസ്സിരീങ്ങൾ ഇതിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, നാളെ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് വിറകുകൾ ചുമക്കുന്ന ഒരു ശിക്ഷയായിരിക്കും ആ സ്ത്രീക്ക് എന്ത് ചെയ്യാം? ലഭിക്കുക. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സമയത്ത് വിറക് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇതേപോലെയുള്ള എന്തൊക്കെയോ വിറകുകളും മറ്റുമൊക്കെ നബിയുടെ മാർഗത്തിൽ, നബി സഞ്ചരിക്കുന്ന വഴിയിൽ ബുദ്ധിമുട്ടെന്നോണം അവിടെ എറിയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിശദീകരണം എന്നുള്ളത് നമീമത്തുമായിട്ട് എന്ത് ചെയ്തിരുന്നു? നടന്നിരുന്നു എന്നാണ്. നമീമത്തുമായിട്ട് എന്ത് ചെയ്യുക? ഏഷണിയുമായിട്ട് ഇങ്ങനെ നടക്കുക, അത് പ്രചരിപ്പിക്കുക, അതിൽ ആളുകളെ തമ്മിൽ തെറ്റിക്കുക എന്ന പണി ആര് ചെയ്തിരുന്നു? ഭാര്യ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഹമ്മാലത്തൽ ഹത്വബ് എന്ന് പ്രയോഗിച്ചത്. അടുത്ത ആയത്ത് ശിക്ഷയെക്കുറിച്ച് പറയാം. ആ സ്ത്രീക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. അപ്പോൾ ജീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്താണ്, ഉനുക്ക് എന്നാണ് പറയാം. ജീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത്. ഫീ ജീദിഹാ, അവളുടെ കഴുത്തിൽ. ഹബ്ലുൻ, ഹബ്ൽ മഅന കയർ. ഹബ്ൽ കയറുണ്ട്. എന്തുകൊണ്ടുള്ള കയറാണ്? മിൻ മസദ്, ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയർ എന്ത് ചെയ്യും? അവളുടെ കഴുത്തിൽ ഉണ്ടാകും. അപ്പോൾ നരകത്തിലെ ആ ശിക്ഷയുടെ അവസ്ഥയെ വിശദീകരിക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ വിശദീകരണമായിട്ട് പറയപ്പെടുന്നത് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയാം, കാനത് ലഹാ ഖിലാദത്തുൻ ഫാഖിറ ഫഖാലത് ലഉൻഫിഖന്നഹാ ഫി അദാവതി മുഹമ്മദിൻ. ആ സ്ത്രീയുടെ അടുക്കൽ നല്ല വിലപിടിപ്പുള്ള ഒരു ആഭരണം ഉണ്ടായിരുന്നു എന്നാണ്. കഴുത്തിൽ നല്ല വിലപിടിപ്പുള്ള ആഭരണം. ആ സ്ത്രീ പറഞ്ഞത്, ഞാൻ ഈ ആഭരണം എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിക്ഷിക്കാൻ വേണ്ടി, റസൂലിനോടുള്ള ശത്രുത എന്നോണം ഞാൻ ഇതെന്ത് ചെയ്യും? ഇത് ചെലവഴിക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യം ഉണ്ടാവും, അതെന്ത് ചെയ്യും? റസൂലിനെ ശിക്ഷിക്കാൻ, റസൂലിനോട് ശത്രുത വെച്ച് പുലർത്താൻ വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന എന്ത് ചെയ്തു? പറഞ്ഞു. അതുകൊണ്ടാണ് അതേ രൂപത്തിലുള്ള ശിക്ഷ എന്ത് ചെയ്തത്? ആഖിറത്തിലും ലഭിക്കാൻ കാരണമായത്. ഫഅഖബഹല്ലാഹു ബിഹാ ഹബ്ലൻ ഫീ ജീദിഹാ മിൻ മസദിന്നാർ. അതേ രൂപത്തിലുള്ള ശിക്ഷ, കഴുത്തിൽ എന്ത് ചെയ്യും? ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറ് കെട്ടപ്പെടുന്ന, കയറുണ്ടാകുന്ന. അപ്പം അതേ രൂപത്തിലാണ് ശിക്ഷ എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നാണ് ഖായിദ. നമ്മൾ ഏതു രൂപത്തിലാണോ പെരുമാറുന്നത് ആ രൂപത്തിൽ തന്നെ ആയിരിക്കും അല്ലാഹ് എന്ത് ചെയ്യാം? നമ്മോട് പെരുമാറുക എന്നാണ്. അപ്പോൾ നമ്മൾ മോശമായ രൂപത്തിലാണ് ദുനിയാവിൽ ജീവിച്ചത് എങ്കിൽ ആ മോശത്തരത്തിനുള്ള പ്രതിഫലമായിരിക്കും എന്ത് ചെയ്യാം? ആഖിറത്തിൽ നമുക്ക് ലഭ്യമാകുക. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറേണ്ടതുണ്ട്.
അപ്പോൾ ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ചെറിയ സൂറത്താണ്. അടുത്തത് സൂറത്തുൽ ഇഖ്ലാസാണ്. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഈ സൂറത്ത് കുറച്ച് സമയമെടുത്ത് വിശദീകരിക്കേണ്ട സൂറത്തുകളാണ്. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. വിപുലമായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള 3 സൂറത്തുകളാണ്. ഒരുപാട് പ്രത്യേകതകൾ ഈ 3 സൂറത്തിനും പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് വിശദീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സൂറത്ത് അവസാനിച്ചു. നമുക്ക് കുറച്ചൊരു ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം. വെറുതെ ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അറിയുന്ന ആൾ കൈവക്കി പറഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ ആരാ പറയുന്നത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, തബ്ബത്ത് എന്നതിൻ്റെ അർത്ഥം ആദ്യം കൈവക്കണം. നാശം, നശിക്കട്ടെ എന്നാണ്. നാശം, നശിക്കട്ടെ. ഒന്നാമത്തെ തബ്ബത്തിൻ്റെ അർത്ഥം നശിക്കട്ടെ, രണ്ടാമത്തത് നശിച്ചിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, അബൂലഹബിൻ്റെ പേര് അവിടെ കൈവക്കി. അബ്ദുൽ ഉസ്സ. അഹ്സൻത്, അബ്ദുൽ ഉസ്സ. ലഹബ് എന്നതിൻ്റെ അർത്ഥം, അബൂലഹബ് തീജ്വാല, തീജ്വാല എന്നാണ്. അബൂ ലഹബിൻ്റെ ഭാര്യയുടെ പേര് അർവ ബിൻത്ത് ഹസ്ബ് ബിൻ ഉമയ്യ. അർവ. അഹ്സൻത്, ബാറക്കല്ലാഹ്. ജീദിഹ എന്ന് പറഞ്ഞിരുന്നു. ജീദിഹ അർത്ഥം കഴുത്താണ്. ജീദിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത്. അവളുടെ കഴുത്ത്. ജീദിഹ അവളുടെ കഴുത്ത്. മസദ്, ഈന്തപ്പന നാര് എന്നുള്ളതാണ് മസദിൻ്റെ അർത്ഥം. അപ്പോൾ ആ സൂറത്തിൽ ചില വാക്കുകൾ കുറച്ച് കട്ടിയുള്ള വാക്കുകളാണ്. ഒന്ന് തബ്ബത്ത് എന്ന വാക്കാണ്, നശിച്ചു എന്നാണ്. രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക് എന്നുള്ളത് ജീദിഹ എന്നുള്ളതാണ്. ജീദിഹ എന്നുള്ള വാക്കാണ്. പിന്നെ മസദ് എന്നത്. പിന്നെ ഹമ്മാലത്തുൽ ഹത്തബ് നമുക്ക് ആശയം എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഖുർആനിൽ നമ്മളൊരു സൂറത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതിലെ വാക്കുകൾ എന്ത് ചെയ്യണം. എല്ലാ വാക്കുകളും പഠിക്കണം എന്നില്ല, പ്രത്യേകമായ ചില വാക്കുകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാരണം ആവർത്തിക്കപ്പെടാതെ വാക്കുകൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഇപ്പം മാഗന അൻഹുമാലുഹു മാ കസബ് എന്നുള്ളതൊക്കെ ആവർത്തിക്കപ്പെട്ടു വന്ന വാക്കുകളാണ്. ബാക്കിയുള്ളതൊക്കെ ആവർത്തിക്കപ്പെടാതെ വന്ന വാക്കുകളാണ്. അതിൻ്റെയൊക്കെ ആശയവും അർത്ഥവും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. തഫ്സീർ പഠിക്കുന്ന രംഗത്ത് ആദ്യമായി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് എന്ത്, ഇത്തരം വാക്കുകൾ പഠിച്ചു വെക്കുക എന്നുള്ളത്. എല്ലാ വാക്കുകളുടെയും അർത്ഥം പഠിച്ചു വെക്കുക എന്നുള്ളത് എന്ത് ചെയ്യൂല, എന്തായാലും നടക്കൂല. അങ്ങനെ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും, മറക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. പിന്നെ അറബി ഭാഷ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കയ്യിലുണ്ട് എങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൊടി തട്ടിയെടുക്കാനും പറ്റും. പെട്ടെന്ന് അർത്ഥം കിട്ടുന്ന രൂപത്തിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് കഴിയും വിധം മറ്റുള്ള ആളുകളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.